ലേയിൽ നിന്ന് കർദുങ്കിലേക്ക് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ അല്പം താമസമായി, 8 മണിയായി. എന്നാലും നമ്മുടെ യാത്ര 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. രാവിലെ നമ്മൾ കർത്തുങ്കില പാസിലേക്ക് കയറിയതാണ്. പക്ഷേ കുറച്ചങ്ങ് എത്തിയപ്പോഴത്തേക്കും വണ്ടി ഒരു ചെറിയ കംപ്ലൈൻറ്റ് കാണിച്ചു. അതിൻ്റെ പുകയുടെ ഫിൽറ്റർ ബ്ലോക്കായി. BPF അങ്ങനെ എന്താണ് അതിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ ഈ BS6 വാഹനങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട്, ഫിൽറ്റർ ക്ലീനിങ്. ആ ഫിൽറ്റർ ബ്ലോക്കായി. ഏതാണ്ട് ആ ഒരു കട്ടയും കൂടെ ബാക്കിയുള്ളൂ. അപ്പം മുമ്പോട്ട് പോകാൻ പറ്റില്ല. എൻജിൻ നമ്മൾ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സർവീസ് സെൻറ്ററിൽ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്ന് സർവീസ് സെൻറ്ററിൽ വന്ന് സർവീസ് സെൻറ്ററിൽ നിന്ന് സ്ട്രൈക്ക്. പിന്നെ വേറൊരു പുള്ളീനെ ഞങ്ങൾ കൊണ്ടുവന്ന് അത് സർവീസ് ചെയ്യിക്കാൻ പുറത്തുനിന്ന്. उसने फ़ोन ही नहीं उठाया था आज का तो मैं ठीक है पक्का 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 बता ഇപ്പോൾ അത് ക്ലീനായി വന്നു. ഇനി ഒരു ഒറ്റ കട്ടയും കൂടെ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഗതി ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ വിലപ്പെട്ട 3 മണിക്കൂർ പോയിട്ടുണ്ട്. കുഴപ്പമില്ല, ഏതായാലും വണ്ടി ശരിയായല്ലോ, അതുതന്നെ ഭാഗ്യം. അങ്ങനെ വണ്ടിയൊക്കെ ക്ലിയറായി. ഞങ്ങൾ നേരെ കർദുങ്കില പാസിലേക്ക്. ലേ ടൗണാണ് കേട്ടോ അത്. അതെ, ഖർത്തുങ്കില പാസിലേക്ക് ലേയിൽ നിന്നുള്ള വഴിയാണ്. വഴി നല്ല ടാറിംഗ് ആണ്, പക്ഷെ വീതി കുറവാണ്. 2 വണ്ടി വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരേപോലെ കിടന്നിട്ട് സൈഡാക്കിയിട്ട് കഴിച്ചാൽ ചുരം കയറി കയറി മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങ് താഴെ കാണുന്നത് ലേ ടൗണാണ്. ലേ ടൗണും അതിൻ്റെ പുറകിൽ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മഞ്ഞ് പുതഞ്ഞ മലനിരകളും. കണ്ടു മലനിര. ഇവിടെയൊക്കെ റോഡ് വീതി കൂട്ടാനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് വീതി കൂട്ടി എടുക്കുന്നുണ്ട്. വരെ ഇതിനകത്ത് നിൽക്കുമ്പോഴൊന്നും ഇതൊന്നും വേണ്ടി വരില്ല. ഫുൾ മേക്കപ്പ് ഡ്രസ്സൊന്നും വേണ്ടി വരില്ല. ഇവിടെ നമ്മുടെ പാസ് കാണിച്ച് ഡീറ്റെയിൽ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ ചെക്ക് പോസ്റ്റിൽ ഫസ്റ്റ് ഒരു മെഡിക്കൽ സെൻറ്റർ ഉണ്ടായിരുന്നു, അവിടെ നമ്മൾ പാസ് കാണിക്കണം. അപ്പോൾ കയറി വരുന്ന വഴിക്ക് 2ാമത്തെ സ്ഥലത്താണ് ഇപ്പോൾ പാസ് കാണിക്കാൻ വേണ്ടി നമ്മൾ നിർത്തിയത്. പതിമൂന്നാമത്തെ ഖർത്തുങ്കില പാസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്നൊക്കെ ഹെൽമെറ്റ് താഴെ പോയാൽ കുറേ താഴെ പോകേണ്ടി വരും എടുക്കണമെങ്കിൽ.
അങ്ങനെ മഞ്ഞുമലകളിലേക്ക് എത്തി കേട്ടോ. ഇതുണ്ടോ ഇപ്പോൾ ഔട്ട് സൈഡ് ടെമ്പറേച്ചർ എത്ര? 16 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് ഇപ്പോൾ പുറത്തുള്ള ചൂട്. ഇതുണ്ടോ ഈ സൈഡിലുള്ളതൊക്കെ ഗ്ലേഷ്യേഴ്സ്, മഞ്ഞുമലകളാണ്. വാ വാ വാ, ഇവിടെ നിർത്താൻ വേണേ നമുക്ക്. ഇച്ചിരി മഞ്ഞു ആര് കാണിക്കാറുണ്ട്. മഞ്ഞിന്റെ കൊതി തീരും. വാ വാ മനോരഞ്ജൻ. ഖർത്തുങ്ലയുടെ തൊട്ടടുത്തെത്തി കേട്ടോ. ഇനി അധികം ദൂരമില്ല. ആ കല്ലിൽ വള്ളി നൂല് പോലെ തൂങ്ങിക്കിടന്നാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല എന്നോട്, കണ്ടോ ഐസുകൾ ഇങ്ങനെ, സ്നോ പാർട്ടിക്കിൾസ് മോണടിച്ച് ഒരാൾക്ക് ആണോ ബ്ലോക്കാൻ നടക്കുന്നത്. ഐസ് ഇങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കുന്നുണ്ടോ? തുള്ളി തുള്ളി വരുമ്പോൾ അതേപടി നിന്ന് ആളായി. ഇവിടുന്ന് നോക്കിയാൽ അങ്ങ് താഴെ ലേ കാണാം കേട്ടോ. അങ്ങ് താഴെ ലേ കാണാം. ഏറ്റവും താഴെ ലേ കാണാം. ലേ ടൗണിനേക്കാൾ 2.5 കിലോമീറ്റർ മുകളിൽ ഹൈറ്റിലാണിത് കേട്ടോ. 2.5 കിലോമീറ്റർ മുകളിൽ ഹൈറ്റ്. 2.5 കിലോമീറ്റർ താഴെയുള്ള സ്ഥലമാണ് താഴെ കാണുന്നത്. നല്ല സ്കീയിങ്ങിനൊക്കെ പറ്റിയ സ്ഥലം. സ്നോ ഒട്ടും ഒരുകാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, തളം കെട്ടി കിടക്കുന്നു. ഇവിടുത്തെയൊക്കെ ഒരു ഡിസംബർ ജാനുവരി മാസങ്ങളിലൊക്കെ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? വെൽക്കം ടു ഖർത്തുങ്ല പാസ്. ഓ ട്രാഫിക്കാണ് കേട്ടോ അങ്ങോട്ട്, വണ്ടികളുടെ തിരക്കാണ് അവിടെ. അങ്ങനെ നമ്മൾ ഖർത്തുങ്ല പാസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹെവി ട്രാഫിക്. ഇപ്പോൾ നമ്മുടെ ആൾട്ടിറ്റ്യൂഡ് 5362 മീറ്റർ, അതായത് 17,600 അടി. 17,600 അടിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഓക്സിജൻ വളരെ കുറവാണിപ്പോൾ. ആൾട്ടിറ്റ്യൂഡ് സിക്നസ്സിനൊക്കെ വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് വലിയ ആക്ടിവിറ്റിക്ക് നിൽക്കരുത്. മര്യാദയ്ക്ക് നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് വേഗം ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഇവിടുന്ന് സ്ഥലം കാലിയാക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ്റെ ഷോർട്ടേജ് കൊണ്ടുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ നമ്മൾ ഖർത്തുങ്ല പാസിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ വണ്ടികൾക്കൊക്കെ ഒരു ക്ഷീണമുണ്ട് കേട്ടോ. ഓക്സിജൻ്റെ കുറവുണ്ട്. ഇതാ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ആളുകൾ. കര കയറ്റില്ലേ ഫോട്ടോ.
No. और मैच था ना यार, थोड़ी सी हाइट तक यहाँ बड़ा यात्रा महाकलेश का पड़ता है। Gateway. ഓ, അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ കയറി പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലേക്കൊക്കെ കയറി പോകുന്നത് റിസ്ക് ആണെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ അത്രയും മുകളിലേക്ക് കയറുമ്പോൾ നമ്മുടെ ശരീരം സ്ട്രെയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിക്കോണമെന്നില്ല, ഭൂരിപക്ഷം ആളുകൾക്കും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ ഓക്സിജൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവാണ്, അതാണ് പ്രശ്നം. World Road Organization welcomes you, the top of the world. या तो एक सेकंड सब आ जाएंगे बारी बारी सब आ जाएंगे अरे सब आ जाएंगे शांति बहुत अच्छे आ गए आ जाओ ഇത് മുകളിൽ ഫുള്ള് വണ്ടികളുടെ തിരക്കാണ്. വണ്ടികൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ പോക്ക്. ഇവിടെ ഇഷ്ടംപോലെ പട്ടാളക്കാരുണ്ട്. എന്തെങ്കിലും ബ്രീത്തിങ് പ്രോബ്ലമോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യും. ഇതുണ്ട് അവരുടെ പട്ടാളക്കാരുടെ ക്യാമ്പുകളാണ് മുകളിൽ കാണുന്നതൊക്കെ. അവരുടെ ടവർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ടോയ്ലറ്റ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് ടോയ്ലറ്റ്. ചായ ഒക്കെ കിട്ടും. അതിന് മുകളിലേക്കൊക്കെ ആളുകൾ കയറി പോയി. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അതിൻ്റെ വളരെ കഷ്ടപ്പെട്ട് അതിൻ്റെ മണ്ടയിലൊക്കെ കയറുന്നുണ്ട് ഓരോരുത്തർ. പട്ടാളക്കാരൊക്കെ റെഡിയാണ്, വളരെ ഫ്രണ്ട്ലിയാണ്, ഹെൽപ്പിംഗ് മൈൻഡുള്ള പട്ടാളക്കാരാണ് കേട്ടോ. എന്ത് സഹായത്തിനും അവരോട് പറഞ്ഞാൽ മതി. വേൾഡ് ഹയസ്റ്റ് കഫേ ഖാർത്തൂങ്ല. പിന്നെ മുകളിൽ പല ഫീറ്റാണ് എഴുതിയേക്കുന്നത്. 18,380 ഫീറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത്ര ഫീറ്റില്ല, 17,900 ആണ്. 17,900 ഫീറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഖർത്തൂങ്കിലയോട് വിട പറഞ്ഞ് നേരെ നുബ്ര വാലിയിലേക്ക്. ഓക്കേ, ഇവിടെയൊക്കെ ഫുള്ള് പട്ടാളത്തിൻ്റെ കൺട്രോളിലാണ് കേട്ടോ.
അവളവിടെ നിൽക്കാൻ സമ്മതിക്കാൻ അവള് ലൈനിൽ നിന്ന് പറയും. കാർത്തുങ്കില നോർത്ത് പുള്ളി. ഞാൻ അവിടെ കയറി നിൽക്കട്ടെ. ഞാൻ അവിടുത്തെ ഇവിടെ നിറയെ കുറേ ടോയ്ലറ്റ് ഉണ്ട്. അതൊക്കെ നേരെ അറിയില്ല മൂത്രം വരുന്നുണ്ടോ. ഖർത്തുങ്കിലയിൽ നിന്ന് നേരെ തന്നെ നുബ്ര വാലിയിലേക്ക്. ഖർത്തുങ്കില പാസ് ആയിരുന്നു കുറച്ച് വർഷങ്ങൾ മുമ്പ് ഏറ്റവും ഹയസ്റ്റ് മോട്ടറബിൾ റോഡ് ഇൻ ദ വേൾഡ്. പക്ഷേ ഇപ്പം ഉംലിംഗ്ല പാസ്സാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മോട്ടറബിൾ റോഡ്. അതും ഇന്ത്യയിൽ തന്നെയാണ്. നമുക്ക് പറ്റുമെങ്കിൽ ഉംലിംഗ്ലയും കൂടെ നമുക്ക് കവർ ചെയ്യണം. ഏറ്റവും ഹയസ്റ്റ് മോട്ടറബിൾ റോഡ് ഇൻ ദ വേൾഡ് ഉംലിംഗ്ല. പക്ഷെ അവിടെ നിന്ന് തീരെ തിരക്കില്ല സാധാരണഗതിയിൽ. അങ്ങനെ ആരും അങ്ങനെ എത്തിപ്പെടാറില്ല അവിടെ. ഇതുപോലെ ഇത് ഖർത്തുങ്കിലാണ് എല്ലാവരും എത്തിപ്പെടുന്നത്. അപ്പോൾ ഖർത്തുങ്കിലയുടെ സ്ഥാനം ഉംലിംഗ്ല തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ഖർത്തുങ്കില പാസ് ചെയ്യുന്ന അല്പം താഴോട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി നുബ്ര വാലിക്കുള്ള റൂട്ടിനെ. ഇത് കണ്ടോ, വാ ഐസ് മല ഇങ്ങനെ മുകളിലേക്ക് കിടക്കുക. അടിപൊളി. ഇപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ 8 ഡിഗ്രിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്. അവർ ഐസിൽ കയറാനുള്ള പരിശ്രമമാണ്. ഷൂവിനകത്ത് ഐസിൻ്റെ പൊടി കയറിയാൽ പണി കിട്ടും കേട്ടോ. ഷൂവിനകത്ത് ഐസിൻ്റെ പൊടി കയറിയാൽ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചറിൽ ആ ഐസിൻ്റെ പൊടി ഉരുകും. ഐസിൻ്റെ പൊടി ഉരുകിയിട്ട് നമ്മുടെ ഷൂസിൻ്റെ അകവും നനയും സോക്സും നനയും. പിന്നെ തണുത്തിട്ട് ഒരു രക്ഷ ഉണ്ടാവില്ല. സോക്സ് ഊരി എറിയേണ്ടി വരും. സോക്സ് ഇല്ലാതെ ഷൂ നനഞ്ഞു കഴിഞ്ഞാൽ ആകെ പണിയാവും. അപ്പോൾ അതുകൊണ്ട് ഐസിനകത്ത് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ഷൂവിനകത്ത് ഐസിൻ്റെ പൊടി കയറാതെ. അതുപോലെ ബനിയൻ്റെ ഉള്ളിലും നമ്മുടെ കോട്ടിൻ്റെ ഉള്ളിലൊന്നും ഐസിൻ്റെ പൊടി കയറാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചറിൽ ഈ ഐസിൻ്റെ പൊടി ഉരുകും. നമ്മുടെ ഇന്നറൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഊരി എറിയല്ലാതെ വേറെ ഒരു മാർഗം ഉണ്ടാവില്ല. ഇതാ നുബ്ര വാലിയിലേക്കുള്ള റോഡ് താഴെ കൂടെ പോകുന്നു കണ്ടോ. നല്ല ട്രാഫിക്കാണ് കേട്ടോ. ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. താഴെ കൂടെ വണ്ടികളിങ്ങനെ നിരനിരയായി പോകുന്നുണ്ടോ. ഐസിൽ നമ്മളെപ്പോഴും കൂളിംഗ് ഗ്ലാസ് ഉപയോഗിക്കുക. കണ്ണിന് ഭയങ്കര കേടാണ് നമ്മൾ ഈ ഐസിലേക്ക് നേരിട്ട് നോക്കുന്നത്. സൂര്യനിലെ പ്രകാശത്തിൽ ഈ വൈറ്റ് കളറ് ഭയങ്കര കുത്തലായിരിക്കും. കണ്ണിന് ഭയങ്കര കേടാണ് ഈ ഐസിലേക്ക് നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ. പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡിലായതുകൊണ്ട് നമ്മൾ അധികം മുകളിലേക്കൊന്നും കയറി ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഞങ്ങൾ അധികം മുകളിലേക്കൊന്നും പോകുന്നില്ല. നിലവിൽ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. രാവിലെ കയറിയപ്പോൾ ഒരു ഡയമോക്സിൻ്റെ ഗുളിക കഴിച്ചിരുന്നു. കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാലും ഒരു പ്രിക്കോഷൻ എന്നിട്ട് നിലവിൽ ആർക്കും യാതൊരു പ്രശ്നമില്ല. ഇത് കണ്ടോ, മുകളിൽ നിന്ന് ഐസ് ഉരുകി വെള്ളം വരുന്നുണ്ടോ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് താഴെയുള്ള വലിയ നദികളിലൊക്കെ ഈ സമയത്ത് വെള്ളം വരുന്നത്. ഇങ്ങനെ ഐസ് ഉരുകി പല തുള്ളി പെരുവെള്ളം.
ഇതാ നോക്ക്, എന്തൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എന്ന് നോക്ക്. ഇതുണ്ടോ, ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളുകളാണ്. ഫോട്ടോ അമ്മച്ചി വളരെ വിഷമിച്ചാ കയറിപ്പോയത്. അമ്മച്ചിയുടെ ആഗ്രഹമല്ലേ. കയറാം, അപ്പച്ചന് കയറാം. അമ്മച്ചിക്ക് കയറാമെങ്കിൽ പിന്നെയാണ് അപ്പച്ചന് കയറാൻ വരാത്തെ. അങ്ങോട്ട് കയറിവിടെ, അത്രേ ഉള്ളോ? ഇതെന്നതാ, ഇതാകെ ഒരു സ്റ്റെപ്പേ കയറിവിടും. ഇത്ര മതി. എന്നാൽ മുകളിലേക്ക് കയറിപ്പോ. വേണ്ട, ഇത് മതി. ഓക്കെ. নাম্বার সময় পড়বি, ফ্রি হ, ফ্রি হ। ഇത് കണ്ടോ, ആ കുന്നിൻ്റെ മുകളിൽ കണ്ടോ ചെറിയൊരു അവലാഞ്ച് കണ്ട. അതുപോലെ മഞ്ഞിടിഞ്ഞ് വന്നിട്ടാണ് വലിയ അവലാഞ്ചുകൾ ഉണ്ടാകുന്നത്. ഇത് കുറച്ചൊക്കെ പോന്നപ്പോ തന്നെ അത് നിന്നുപോയി. ആ അവലാഞ്ച് വലിയ അവലാഞ്ചായിട്ട് ഇങ്ങനെ വരും ചില ഹൈറ്റുള്ള വലിയ മലകളിൽ നിന്നൊക്കെ ആണെങ്കിൽ. ഇതൊരു ചെക്കിംഗ് സ്റ്റേഷനാണ്, നോർത്ത് പുള്ളു. ബൈക്കേഴ്സ് ഒക്കെ എവിടെയാണ് എൻ്റെ പോലീസിൻ്റെ സ്ഥലം? കാർത്തുങ്കിലിൽ നിന്ന് നേരെ പോന്നാൽ നുബ്ര വാലിയിലേക്ക് പോന്നാൽ ആദ്യത്തെ സ്റ്റേഷനാണ് കേട്ടോ അത്, നോർത്ത് പുള്ളു. ഇവിടെ ഇത്ര ബൈക്കേഴ്സും ട്രാവലേഴ്സൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് പെർമിറ്റ് ഇവിടെ നമ്മൾ കാണിക്കണം, അവർ എൻട്രി ചെയ്യാനുണ്ട്. ഇവിടുന്ന് പുറകിൽ അവിടെയൊക്കെ യാക്കുകൾ പുല്ല് തിന്നുന്നുണ്ടോ? രസമുള്ളൊരു വാലി. ग्लास का कलर आपने गोल्डन में करना है, ठीक है? കാറിൽ വരുന്നേക്കാളും കൂടുതൽ ബൈക്കിലാണ് കേട്ടോ. ഇതൊക്കെ ബൈക്കിലാണ് കൂടുതലും ആളുകളിലെ ടൂറിസ്റ്റുകളായിരുന്നത്. എന്ത് ബൈക്കാന്ന് നോക്ക്. പലരും പല സ്ഥലത്തു നിന്നും വണ്ടി ഓടിച്ചു വരുന്നവരും പിന്നെ ലഡാക്കിൽ വന്നിട്ട് വണ്ടി വാടകയ്ക്കെടുത്ത് ഇങ്ങോട്ട് കയറി വരുന്നവരും ഉണ്ട് കേട്ടോ. ലഡാക്കിൽ നിന്ന് ഒരു ദിവസത്തെ വാടക ഹിമാലയക്ക്
റോയൽ എൻഫീൽഡ് ഹിമാലയക്ക് 1500 രൂപ ഒരു ദിവസത്തേക്ക്. എവിടെയെങ്കിലും കയറി ഇരുന്ന ഉള്ളം അങ്ങനെ ഇറങ്ങി ഓരോ വില്ലേജുകളൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ. താഴെ ഇതുണ്ടോ, താഴെയൊക്കെ വില്ലേജുകൾ മെല്ലെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നു. ഇങ്ങനെ നുബ്ര വാലിയിലേക്ക് എത്തിച്ചേരാണ് കേട്ടോ. താഴെ കാണുന്നതാണ് ഷയോക്ക് റിവർ. വലിയ റിവറാണ്, പക്ഷേ വെള്ളം ഇപ്പം വളരെ കുറവാണ്. താഴോട്ട് പോയി ഏറ്റവും താഴത്തെ ഭാഗം നുബ്ര വാലി. എയർപോർട്ടായിരുന്നു പാകിസ്ഥാന്റെ, ഇന്ത്യ പിടിച്ചെടുത്ത. ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്. അങ്ങനെ കാർത്തുങ്ല ടോപ്പിൽ നിന്ന് നേരെ നുബ്ര വാലിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ പോകുന്നു ഷയോക്ക് റിവർ. വെള്ളം കുറവാണ്. ആ ചെളി കളറിൽ കാണുന്നതാണ് വെള്ളം. വെള്ളമുണ്ട് കുഞ്ഞ്, അത് വെള്ളം. അത് കണ്ടാൽ വിചാരിക്കില്ല വെള്ളം എന്ന് ആർക്കും വിചാരിക്കില്ല. ആ ചെളി കളറിൽ കാണുന്ന സാധനം വെള്ളമാണ്. ആ ഇടയിൽ ദ്വീപ് പോലെ കാണുന്നത് മണലും. അല്ല റോബിൻ ഡയലോഗ് ഇല്ലാതെ ചെറുതും കൂടി എടുക്കും. അങ്ങനെ നുബ്ര വാലിയുടെ തുടക്കം. ഭക്ഷണം കഴിക്കണ്ട, എവിടെയൊക്കെ ചോറൊക്കെ ഉണ്ടെന്ന് ഹോട്ടലുകളുണ്ട് കേട്ടോ. ഇരുട്ടാ. എസ്കോട്ടൊക്കെ ഉണ്ട് കേട്ടോ ചെന്നൈക്ക്. ദിഷ്കിത്ത് കഴിഞ്ഞിട്ട് നേരെ കുണ്ടറിലേക്കുള്ള വഴിയാണ്. അവിടെ ഇതാ മണൽ ഇങ്ങനെ കൂടി ട്യൂൺസ്. ശരിക്കും മരുഭൂമി പോലെ ഉണ്ടല്ലേ. മരുഭൂമിയിൽ ഇങ്ങനെ മണലിങ്ങനെ കൂടിക്കിടക്കുന്ന പോലെ അതേ ഒരു മരുഭൂമിയിൽ മണ്ണെടുക്കണം പറഞ്ഞല്ലേ. ഹുണ്ടർ ടൗൺ ആണ് കാണുന്നത്. നമ്മൾ നേരെ തുർത്തുർക്ക് ലക്ഷ്യമാക്കി പോകുന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇറങ്ങുന്നില്ല. നാളെ തിരിച്ചു വരുമ്പോൾ നമുക്ക് നോക്കാം. തുർത്തുക്കിലേക്കുള്ള വഴിയിൽ സ്കുറു എന്നൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സ്കുറു. അപ്പോൾ അവിടെ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാ. ഒരു ചായക്കട ഞാൻ ഉള്ളിലുണ്ട്. അവിടെ പോയി ചായ കുടിക്കണം.
പട്ടാളത്തിൻ്റെ ഇരുമ്പ് പാലം കേട്ടോ, പട്ടാളം ഉണ്ടാക്കി നല്ലൊരു പുഴ. ഓ, ഇതൊക്കെ ഈ കല്ലിങ്ങോട്ട് തള്ളിയാണ് നിൽക്കുന്നത് കേട്ടോ. ഇതോ കോട പോലെ. ഈശ്വര, ഇതുണ്ടോ കല്ലങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. അത് കഴിഞ്ഞു, പാലം കഴിഞ്ഞു വന്നില്ല. അത് ഇതും കൂടെ നടക്കും. നോക്കട്ടെ. തോണ ഓക്കെ. എന്താ വേറൊരു കളർ കാണിക്കണം? മാറ്റി ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡ് ആണ് കേട്ടോ. പട്ടാളം ഉണ്ടെന്നൊക്കെ അവിടെ ഉണ്ടല്ല? ഉറപ്പാ? അപ്പുറത്തുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്. എന്നാലും ഇത്രയും എടുത്തിട്ട് നിർത്തും കേട്ടോ ഫോട്ടോഗ്രാഫിയെ. ഓക്കെ, പാലമാണ്. ചിലപ്പോൾ പട്ടാളക്കാർ പ്രശ്നം ഉണ്ടാക്കും, കൊണ്ട് നിർത്തി. വലിയൊരു തൂക്കുപാലം. എത്ര കേബിളെന്നൊക്കെ. ഇപ്പം നമ്മൾ കൊന്ന പാലം. നൈസ് പൊടി, തേക്കാനുള്ള പൊടി എല്ലാം അങ്ങനെ റോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ കുറച്ച് കല്ലുകൾ വന്ന് റോട്ടിൽ വീണിട്ടുണ്ട് കേട്ടോ. കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. എല്ലാ മോളിൽ തന്നെ ഉരുണ്ട് വരുന്നതാണ്. ഇങ്ങനെ വരുന്നുണ്ട് അയോക്ക് റിവറിലേക്ക്. ഇതിൽ രാത്രിയിലൊന്നും യാത്ര ചെയ്യരുത്, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ വിട്ട പട്ടാളക്കാർ. ഇതിന് വന്നിട്ട് കല്ല് മൊത്തം ചെറുതായോ? പീസ് ചെറുതായോ? ഗ്രില്ല് ചെയ്താളാൻ പറഞ്ഞു. अभी कितना हुआ? देखो मेरा फोटो देखो देखो कितना हो गया अभी? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ആളണം കൂടി ले लो। लोग बिगड़ जाता है सर, प्लीज बिगड़ जाता है सर, जब टूट जाता है लोग इस तरह गाड़ी को उसमें नीचे जाएगा ना, फिर आपको पल्ला हो जाएगा। ഏറിച്ചിട്ട് കുറയും. 4 സോം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നിവിടെ തുർത്തുക്കി തങ്ങും. എന്നിട്ട് നാളെ രാവിലെ ആണ് തുർത്തുക്കിലെ തന്നെ LOC ഉണ്ട്, പാകിസ്ഥാൻ ബോർഡർ. പാകിസ്ഥാൻ കാണാൻ പറ്റും. പാകിസ്ഥാനിൻ്റെ ആ ഭാഗത്തേക്ക് പോയി അവിടേക്ക് പോകുന്ന വീഡിയോയും
പിന്നെ നമ്മുടെ പാങ്കോങ് ലേക്കിലേക്ക് പോകുന്ന വീഡിയോയുമൊക്കെ ആയിട്ട് നാളെ കാണാം.